ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സ്വമേധയാ കേസെടുത്തു. ഇന്നലെ ജാമ്യം അനുവദിച്ചിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങാതെ ജയിലിൽ സമാന രീതിയിൽ ജാമ്യം ലഭിച്ചിട്ടും ടെക്നിക്കൽ ഗ്രൗണ്ടില് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തനിക്ക് കോടതി അനുവദിച്ച ജാമ്യത്തിന് വിരുദ്ധമായി അവിടെ ബോണ്ട് പേപ്പറിൽ ഒപ്പിടാതെ ജയിലിൽ നിന്ന് ഇറങ്ങാതെ പ്രതിഷേധം ഇന്നലെ രേഖപ്പെടുത്തിയെന്നാണ് വാർത്ത വന്നത്. ഇത് മനസ്സിലാക്കിയ കോടതി ഇന്ന് സ്വമേധയാ കേസെടുത്തു. വക്കീലിനോട് ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീല് അഡ്വക്കേറ്റ് രാമൻപിള്ളയോട് കോടതി ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാജരാകാൻ പറഞ്ഞു. ഇന്ന് 10:15 കോടതി നടപടി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് 2-3 വക്കീലന്മാർ ഓടി ജയിലിലെത്തി 10 മിനിറ്റ് കൊണ്ട് അയാളെ അവിടുന്ന് ജാമ്യത്തിലിറക്കി രക്ഷപ്പെട്ടുകൊണ്ട് ഓടി. അവിടെ കൂടിയ ബോച്ചയുടെ ആരാധക വൃന്ദങ്ങളെ മൈൻഡ് ചെയ്യാതെ ബോച്ച കാറിൽ കയറി രക്ഷപ്പെട്ടു. ഹൈക്കോടതി എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് ജാമ്യം കൊടുത്തിട്ടും കോടതിയെ ധിക്കരിച്ച് ജയിലിലുള്ള മറ്റ് തടവുകാരെ സംഘടിപ്പിച്ച് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയോടും ജുഡീഷ്യറിയോടും കേരള ഹൈക്കോടതിയോടും എതിരായിട്ടുള്ള കോട്ടാലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം, അയാളെ തിരിച്ചു വിളിക്കണം. കാരണം ഈ കേസിന്റെ ട്രയല് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. കാരണം ഒരു 30 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ഒരു 45 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തിനകം ഈ കേസ് ഡിസ്പോസ് ചെയ്യണം. അതുവരെ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ പാർപ്പിക്കേണ്ടിയിരിക്കുന്നു. കോടതി ആ രീതിയിലേക്ക് നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. കോടതിയോടുള്ള ഒരു അവഹേളനമായിട്ടേ ഇത് കണക്കാക്കാൻ കഴിയുള്ളൂ. ആ കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ വക്കീലിനെ, രാമൻപിള്ളയ്ക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വക്കീലന്മാർക്കും ഈ ഒരു സംഭവം തീർച്ചയായിട്ടും കോട്ടാലക്ഷ്യമാണെന്നറിയാം. അവർ ഓടിക്കൂടി 2-3 വക്കീലന്മാർ ഓടിയെത്തി സബ് ജയിലിൽ നിന്ന് ഇയാളെ 10 മിനിറ്റ് കൊണ്ട് ഇറക്കിക്കൊണ്ട് ഓടി എന്നാണ് മനസ്സിലാകുന്നത്. ഈ രീതിയിലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ജയിലിൽ ഇടേണ്ടതാണ്. കാരണം അയാളെ കാണാനായിട്ട് 3 പേര് ജയിലിൽ വന്ന് ആരെന്ന് അത് വെളിപ്പെടുത്തണം. പോലീസ്, ജയിൽ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തണം. ഇങ്ങനെയുള്ള സൂപ്പർ ശിഷ്യന്മാർക്കും കോടതിയെ അവഹേളിക്കുന്നതും പോലീസിനെ അവഹേളിക്കുന്നതും ജുഡീഷ്യറിയെ അവഹേളിക്കുന്നതും ഭരണഘടനയ്ക്ക് അവഹേളിക്കുന്നവരെ നമുക്ക് അവർക്കുള്ള സ്ഥലമാണ് ജയില്. അതുകൊണ്ട് ഇയാളുടെ ജാമ്യം ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലെയുള്ള ആൾക്കാര് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇയാള് അവിടെ ഇവിടെ എല്ലാം പോയി പുതിയ ബ്രാൻഡ് അല്ലെങ്കിൽ പുതിയ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും വരുന്ന വാർത്ത അനുസരിച്ച് ഇതിനുള്ള സോഴ്സ് ഓഫ് മണി എവിടുന്നാണ്, ഇതേപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു വ്യവസായിക്ക് ഇതുപോലെ പണം വന്ന് കയറില്ല. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് അത് ധാരാളിത്തത്തോടുകൂടി നടത്തുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചത് അതുകൊണ്ടാണോ എന്നും സംശയമുണ്ട്. കാരണം 40-45 ലക്ഷം അല്ലെങ്കിൽ 90 ലക്ഷം രൂപയുടെ ബെൻസ് കാർ ടാക്സി ആയിട്ടിട്ട ആളാണ്. ധാരാളം ആൾക്കാർക്ക് പുള്ളി സേവനം ചെയ്യുന്നുണ്ട്, അവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ബിസിനസ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഉണ്ടോ? ഈ പണം എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു? പൊതുജനങ്ങളിൽ നിന്ന് ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ച പണമാണോ? ഇതുപോലെ ധാരാളിത്തം കാണിക്കാൻ ഒരു പണക്കാരനും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചത് ആ പണത്തിന്റെ സോഴ്സ് നിന്നു പോകും, അല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും കോടതി 10:15 ഇപ്പോൾ അത് മാറ്റർ എടുക്കും എന്നെനിക്ക് തോന്നുന്നത്. അവരുടെ വക്കീല് ഇയാൾ ജാമ്യത്തിൽ പോയി എന്ന് കോടതി ബോധ്യപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇന്നലെ 3:30 മണിക്ക് ജാമ്യം ലഭിച്ചിട്ടും ലോവർ കോടതിയിൽ നിന്ന് അത് ക്ലിയറൻസ് ചെയ്ത് അവിടെ എത്തിച്ചിട്ടും ഇദ്ദേഹത്തിന് പോകാൻ സമയമുണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ പോയില്ല. മനഃപൂർവ്വം ജയിലിനകത്ത് താമസിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നൊരു ത്രെട്ടനിങ് വേർഡൂടെ പുറത്തേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ രീതിയിലുള്ള സൂപ്പർ സിറ്റിസൺസ് ഒന്നും ഇന്ത്യയിൽ അധികനാളും നിലനിൽക്കില്ല എന്ന് എനിക്കറിയാം. കാരണം അതിനുള്ളൊരു വേദി ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നവരെ തീർച്ചയായിട്ടും ജയിലിൽ അടയ്ക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ പറ്റി അന്വേഷണം
പോലീസ് നടത്തണം. അതുപോലെ തന്നെ ആരാണ് ആ മഹാന്മാര് 3 പേര് അവിടെ വന്നത് അതും വെളിപ്പെടുത്തണം. ഏതായാലും ബോബി ചെമ്മണ്ണൂര് ഇപ്പം ജയിലിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് അവിടുന്ന് ചാടി ഇറങ്ങി ഓടി കാറിൽ രക്ഷപ്പെട്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇനി അടുത്ത കോടതി നടപടി എന്താണെന്ന് നമുക്ക് നോക്കാം. ആ സമയത്ത് ആ കാര്യത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും.